ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് വാഷ് ആണ്. എല്ലാവർക്കും അറിയാം, നമ്മൾ എന്ത് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയും ഫേസ് നന്നായിട്ട് നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേർന്ന ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് മുഖം കഴുകുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അല്ലാതെ നമ്മൾ അതിന് മേലെ മുഖം കഴുകാതെ നമ്മൾ അതിന് മേലെ എന്തെങ്കിലും ഡേർട്ടോ പൊടിയൊക്കെ നമ്മുടെ മുഖത്തുണ്ടെങ്കിൽ അതിന് മേലെ നമ്മൾ ഈ പ്രോഡക്ട്സ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പിമ്പിൾസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ യോജിച്ച ഒരു ഫേസ് വാഷ് കണ്ടെത്തി അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക എപ്പോഴും. എൻ്റെ സ്കിന്നിന് കുറച്ച് ഡ്രൈ ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അരോമ മാജിക്കിൻ്റെ ഈ ലാവൻഡർ ഫേസ് വാഷ് ആണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. ഇത് അധികം ഹാർഷ് കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഒരു ബ്രാൻഡാണ്. ഇവർക്ക് ഒരുപാട് ഫ്ലേവേഴ്സിൽ ഉണ്ട്. ഈ ഒരു ഫേസ് വാഷ് വരുന്നുണ്ട്. എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഫേസ് വാഷ് ഒക്കെ അവൈലബിൾ ആണ്. അത് ഓയിലി സ്കിൻ ആയാലും കോമ്പിനേഷൻ സ്കിൻ ആയാലും എല്ലാം ഇവരുടെ ബ്രാൻഡിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് 135 രൂപ മാത്രമേ വരുന്നുള്ളൂ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ ആണ്. ഞാൻ മേക്കപ്പ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഈ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസർ ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. ഇത് യൂസ് ചെയ്യുമ്പം നമ്മുടെ മേക്കപ്പ് ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന് 125 ml 1000 രൂപ വരുന്നുണ്ട്. ഇനി അഫോർഡബിൾ റേറ്റിൽ നല്ലൊരു മോയ്സ്ചറൈസർ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ നാറ്റ് ഹാബിറ്റിൻ്റെ മോയ്സ്ചറൈസർ നോക്കാവുന്നതാണ്. ഇത് ഹാർഷ് കെമിക്കൽസ് ഒന്നും വരുന്നില്ല. ഒരു 300 രൂപ റേഞ്ചിനുള്ളിൽ തന്നെ ഈ ഒരു മോയ്സ്ചറൈസർ നമുക്ക് കിട്ടും. എനിക്ക് ന്യൂട്രിഡമിൻ്റെതിനേക്കാളും കുറച്ചും കൂടി ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുന്നുണ്ട്, സ്കിന്നെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുന്നുണ്ട് എന്നാണ് തോന്നിയിട്ടുള്ളത് ഈ ഒരു മോയ്സ്ചറൈസർ. അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയിട്ട് പോകുന്നതായിട്ടും തോന്നിയിട്ടുണ്ട്. വളരെ നല്ലൊരു മോയ്സ്ചറൈസർ തന്നെയാണ്. ഈ രണ്ട് മോയ്സ്ചറൈസറും കൂടാതെ രാത്രിയിൽ ഞാൻ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാറുള്ളത് കാസ്റ്റർ ഓയിൽ ആണ്. കൺപീലി കുറവുള്ളവർക്ക് അല്ലെങ്കിൽ ഐബ്രോസ് കുറവുള്ളവർക്കൊക്കെ ഈ കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്താൽ വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. കുട്ടികൾക്ക് പോലും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. രാത്രിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതാണ്. സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും. നമുക്ക് പിന്നെ കാസ്റ്റർ ഓയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള പ്രോഡക്ട്സ് പോലെ തന്നെ ഇങ്ങനെ അധികം ഒന്നും കെമിക്കൽസിന്റെ ഒരു പേടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ എന്നുള്ള പേടിയൊന്നും ആവശ്യമില്ല. അപ്പൊ ഞാൻ ഈ ഒരു ബ്രാൻഡിന്റെ ഇത് കാസ്റ്റർ ഓയിൽ ആണ് യൂസ് ചെയ്യാറുള്ളത്. എനിക്ക് വളരെ നല്ലതായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഏത് ബ്രാൻഡിൻ്റെതായാലും യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നെക്സ്റ്റ് ഞാൻ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ഈ ഒരു കുട്ടികൾക്കുള്ളതാണ്. മദർ സ്പർശിന്റെ ഈ ഒരു സൺസ്ക്രീൻ ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. എന്നിരുന്നാൽ കൂടിയും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. ഇത് അധികം ഹാർഷ് കെമിക്കൽസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അധികം വൈറ്റ് കാസ്റ്റ് ഒന്നും വരുന്നില്ല. വളരെ നല്ലൊരു സൺസ്ക്രീൻ ആണിത്. കുട്ടികൾക്കും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഡ്രൈ സ്കിൻ എന്നതുപോലെ തന്നെ നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് ഡ്രൈ ലിപ്സ്. എനിക്ക് വളരെ ഡ്രൈ ആയിട്ടുള്ള ലിപ്സ് ആണ്. നമ്മുടെ എ സിയിലൊക്കെ ഇരിക്കുകയാണെങ്കിലൊക്കെ പെട്ടെന്ന് തന്നെ ചുണ്ടൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഞാൻ പല ലിപ് ബാമും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്കൊന്നും അത്ര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞാൻ ഈ ലനീഷ് ബ്രാൻഡിന്റെ ഈ ഒരു സ്ലീപ്പിംഗ് ലിപ് മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെനിക്ക് നല്ല യൂസ്ഫുൾ ആണ്. ഒരു 500 രൂപ റേഞ്ചിലാണ് ഇത് വരുന്നത്. എന്നിരുന്നാൽ കൂടിയും ആ ഒരു പ്രൈസിനുള്ള ഒരു ക്വാളിറ്റി ശരിക്കും ഇതിനുണ്ട്. നമ്മൾ ചെറിയ ബോട്ടിലാന്ന് കരുതി പെട്ടെന്ന് തീർന്നു പോകുന്നൊന്നും വിചാരിക്കേണ്ട. ഒരു സ്മോൾ എമൗണ്ട് മാത്രമേ നമ്മൾ ഒരു തവണ യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ട ആവശ്യം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് കുറേ നാളിത് എത്തും. പിന്നെ വെച്ചാൽ നമ്മുടെ ലിപ്സിനെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിതിന് മേലെ ഇപ്പം ലിപ് മാസ്ക് ആയിട്ട് ഇപ്പം ലിപ് ബാം ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാനെപ്പോഴും ലിപ് ബാം ആയിട്ട് തന്നെ, ഞാൻ വേറെ ലിപ് ബാം ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ഇത് ആദ്യം അപ്ലൈ ചെയ്ത ശേഷം അതിന് മേലെയാണ് ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ ഇടാറുള്ളത്. അപ്പോഴാണ് എനിക്കും നല്ല യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവാറുള്ളത്. ഇത്രയാണ് എൻ്റെ സിമ്പിൾ സ്കിൻ കെയറിൽ വരുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ. എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സീ യു നെക്സ്റ്റ് വീഡിയോ.